ലോകം മുഴുവൻ നോക്കി നിൽക്കെ അമേരിക്കൻ തലസ്ഥാനത്ത് വെച്ച് തന്നെ അവരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇന്ത്യ. തങ്ങളുടെ രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് ഭീകരവാദികളെ വെള്ളപൂശാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി നടത്തിയ ശ്രമത്തിനാണ് 67 രാജ്യങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്ത്യ ചുട്ട മറുപടി നൽകിയത്. വാഷിംഗ്ടണിൽ നടന്ന തീവ്രവാദ വിരുദ്ധ സമ്മേളനത്തിലാണ് നാടകീയമായിട്ടുള്ള ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇസ്ലാമിക ജിഹാദി തീവ്രവാദം ഇപ്പോൾ ലോകത്തിന് വലിയ ഭീഷണിയല്ലെന്നും ഇനി ലോകം ഒന്നിക്കേണ്ടത് ഇടതുപക്ഷ തീവ്രവാദത്തിനെതിരെയാണെന്നുമായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാദം. എന്നാൽ അമേരിക്ക പറഞ്ഞാൽ അപ്പടി തലയാട്ടുന്ന പഴയ ഇന്ത്യ അല്ല ഇന്നത്തേത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പകരം ഇന്ത്യയെ പ്രതിനിധീകരിച്ച അംബാസഡർ വിനയ് ക്വാത്ര റൂബിയോയുടെ മുഖത്ത് നോക്കി തന്നെ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. ഭീകരവാദത്തെ ഗുഡ് ടെററിസം, ബാഡ് ടെററിസം എന്നിങ്ങനെ തരംതിരിക്കാനാകില്ലെന്നും എല്ലാത്തരം തീവ്രവാദങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് വേണ്ടതെന്നും ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. നക്സലിസവും ഇടതുപക്ഷ തീവ്രവാദവും നേരിടുന്നതിലെ ഇന്ത്യയുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിനൊപ്പം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദവും വിഘടനവാദവും ഇന്ത്യ ആഗോളവേദിയിൽ ശക്തമായി ഉന്നയിച്ചു. അമേരിക്കയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾക്ക് ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ജിഹാദി തീവ്രവാദം ഇന്ത്യക്ക് ഇന്നും വലിയൊരു ഭീഷണി തന്നെയാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 നടന്ന പഹൽഗാം ഭീകരാക്രമണം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തീവ്രവാദത്തിന്റെ നിറം മാറ്റുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപ്പട്യമാണ് ഇന്ത്യ ഇവിടെ തുറന്നു കാട്ടിയത്. അമേരിക്കൻ അജണ്ടയോടുള്ള വിയോജിപ്പ് കാരണം 67 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടും മിക്കവരും തങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരെ ഒഴിവാക്കി ജൂനിയർ ഉദ്യോഗസ്ഥരെയാണ് ഈ സമ്മേളനത്തിലേക്ക് അയച്ചത്. എന്നാൽ മാറി നിൽക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. സദസ്സിലിരുന്ന് അമേരിക്കക്കാരന്റെ വിടുവായത്തം കേൾക്കുന്നതിന് പകരം അവിടെ ചെന്ന് അവരുടെ കണ്ണിൽ നോക്കി സത്യം വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റമാണ് ഇന്ത്യ കാണിച്ചത്. ഇടതുപക്ഷ തീവ്രവാദികൾ ഒരു രാജ്യത്ത് നിന്ന് ഫണ്ട് വാങ്ങി മറ്റൊരിടത്ത് ആക്രമണം നടത്തുന്നു എന്ന് വിലപിച്ച മാർക്കോ റൂബിയോ പതിറ്റാണ്ടുകളായി ഇന്ത്യ ഇതേ അതിർത്തി കടന്നുള്ള ഭീകരവാദം അനുഭവിക്കുന്നുണ്ടെന്ന് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഈ ഇരട്ടത്താപ്പാണ് വിനയ് ക്വാത്രയിലൂടെ ഇന്ത്യ പൊളിച്ചെഴുതിയത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭീകരവാദികളെ വെള്ളപൂശാൻ ഇന്ത്യ കൂട്ടുനിൽക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് വാഷിംഗ്ടണിൽ നിന്ന് ലോകം കേട്ടത്. തങ്ങളുടെ മണ്ണിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം തീവ്രവാദത്തെക്കുറിച്ച് വിലപിക്കുകയും മറ്റുള്ളവരെ ജീവനെടുക്കുന്ന ഭീകരരെ തരംതിരിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നയത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണത്. ഒപ്പം പുതിയ ഇന്ത്യയുടെ അചഞ്ചലമായിട്ടുള്ള വിദേശകാര്യ നയത്തിന്റെ വിജയവും.